നമ്മുടെ ഉസ്താദ് അവറുകളെ അനുസ്മരിച്ചുകൊണ്ട് വളരെ മനോഹരമായി നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് GM ഇബ്രാഹിം ഫുർഖാനി അവറുകൾക്ക് നമ്മുടെ പരിപാടിയുടെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് അനുസ്മരണ ഭാഷണത്തിന് വേണ്ടി നമ്മുടെ മഹല്ല് ജമാഅത്ത് ഖത്തീബ് ഉസ്താദ് അബ്ദുറഹ്മാൻ ഫൈസി മാടന്നൂർ അവറുകളെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട ഉമറാ നേതാക്കൾ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ഈ മനോഹരമായ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള വന്ദരായ ഷെയ്ഖുന കണക്കമജൽ അബൂബക്കർ ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങളായിട്ടുള്ള സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, ഉമ്മമാരെ, ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ വേളയല്ല. ഒരുപാട് നേതാക്കൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട്, അനുസ്മരണ ഭാഷണങ്ങൾ ഒരുപാട് ഇവിടെ നടക്കാനുണ്ട്. നാമൊക്കെ ഏറെ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്നത് ബഹുന്യരായ ഷെയ്ഖുന മൗലാന നജീബ് ഉസ്താദ് അവറുകളുടെ സാരസമ്പൂർണമായ സംസാരവും നമ്മുടെയൊക്കെ ആത്മീയ നേതൃത്വം ഷെയ്ഖുന സയ്യിദ് സീനുൽ ആബിദീൻ തങ്ങളുടെ ഭക്തി നിർഭരമായ ദുആ പ്രാർത്ഥനയുമാണ്. ബഹുമാനപ്പെട്ട ഇവിടെ അന്തി ഉറങ്ങുന്ന ഷെയ്ഖുന കണക്കമച്ചൽ അബൂബക്കർ ഉസ്താദ് അവറുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച, നമ്മുടെ മുമ്പിൽ ഒരു മാർഗദർശിയായി കടന്നുപോയ ഒരു മഹാനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും ബഹുമാനപ്പെട്ടവരെ പറ്റി എന്നേക്കാൾ കൂടുതൽ അറിയുന്നവരാണ്. അത്രയേറെ വലിയ ബന്ധങ്ങളൊന്നും ബഹുമാനപ്പെട്ടവരുമായി എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധ്യമായിട്ടില്ല എന്നൊരു നിരാശ ബഹുമാനപ്പെട്ടവരെ പറ്റിയുള്ള വിഷയങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച് നമ്മുടെ മുമ്പിൽ ഒരു വിശ്വാസി ഏതൊരു രീതിയിലാണോ ഇവിടെ നീങ്ങേണ്ടത് എന്നും, അതേപോലെ തന്നെ ഒരു പണ്ഡിതന്മാർ എങ്ങനെയാണ് ഇവിടെ ദീനീ പ്രബോധന പ്രവർത്തനം നടത്തേണ്ടതെന്നും വളരെയേറെ നല്ല രീതിയിൽ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേവലം 1-2 സദസ്സുകളിൽ, ചില്ലറ സദസ്സുകളിൽ ബഹുമാനപ്പെട്ടവരുടെ കൂടെ റാത്തീബിനോ മറ്റോ ഉണ്ടായിട്ടുണ്ട് എന്നത് മാത്രമാണ് എൻ്റെ അനുഭവം. ആ സമയത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധ്യമായത് ബഹുമാനപ്പെട്ടവരുടെ ഒരു ലാളിത്യം, ഒരു എളിമ, അദ്ദേഹത്തിന്റെ ഒരു സംസാര ശൈലി, ഒരു പെരുമാറ്റം എന്നൊക്കെ പറയുന്നത് ഏവരാലും ആകർഷിക്കപ്പെടുന്ന ഒരു രീതിയിലായിരുന്നു. നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റവും കൂടുതലായിട്ടുള്ള ഒരു ആഡംബരമോ അതല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളോ ഒന്നും ആഗ്രഹിക്കാതെ പൂർണ്ണമായും ദീനീയായ വിഷയങ്ങളിൽ വളരെ കണിശത പുലർത്തുകയും വേണ്ടുന്ന രീതിയിൽ ഓരോ പരിപാടികളെയും മറ്റുമെല്ലാം നിയന്ത്രിക്കുന്നതിലും വളരെ വലിയ ഒരു നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അടുക്കലിലുള്ള വലിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന്റെ ഒരു ആണ്ടനുസ്മരണം എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങ് ഇത്രമേൽ പ്രൗഢമായത്. എത്രയോ ആണ്ടുകളിലും മറ്റും നമ്മളൊക്കെ കൂടാറുള്ളതാണ്. പക്ഷേ ജനനിബിഡം എന്നതുകൊണ്ടല്ല, ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ മുഅ്മിനീങ്ങളുടെയും ഓരോ സഹോദര സഹോദരിമാരുടെയും മനസ്സുകളിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നിറഞ്ഞു നിൽക്കുന്നു. അവിടത്തെ സ്മരണ, അവിടത്തെ ഓർമ്മ എല്ലാ അർത്ഥത്തിലും അവരുടെ മനസ്സുകളിലുള്ള ഉള്ളിൽ ഊട്ടി ഉറപ്പിച്ച ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ട് ഇതുണ്ടായി പ്രിയപ്പെട്ടവരെ?
എത്രയോ അകലങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ഹുജ്ജത്തുൽ ഉലമാ ഉസ്താദ് അവറുകൾ 300-ലേറെ കിലോമീറ്ററുകൾ താണ്ടിയാണ് നമ്മുടെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവർ എത്തിച്ചേർന്നത്. തിരക്കുള്ള എത്രയോ പരിപാടികളിൽ സംബന്ധിക്കുന്നവർ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഈ ശൈഖുനാ കണക്കമജൽ ഉസ്താദിന്റെ ഒരു അനുസ്മരണയിൽ ഒരുമിച്ച് കൂടണം, പ്രസംഗിക്കണം എന്നുള്ള ഒരു നല്ല ഉദ്ദേശ ലക്ഷ്യത്തോടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോടുള്ള ആദരവാണെങ്കിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകൾക്ക് നൽകിയ ഒരു സ്വീകാര്യതയാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഹദീസ് ഉണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തെ ഏറ്റവും അടുത്ത മലക്കായ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് ഇന്നി ഉഹിബ്ബു ഫുലാനൻ, ഞാനിതാ ഇന്നാലിന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും ഇഷ്ടപ്പെടണമെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറ്റുള്ള മലക്കുകളോട് പറയുകയും ചെയ്യുമെന്നത് നാം ഒക്കെ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. എന്നിട്ടോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറയുന്നത് ആ വ്യക്തിക്ക് ഭൂമി ലോകത്തെ ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വീകാര്യതയെ നൽകുകയാണ്. സുമ്മ യൂദഉ ലഹുൽ ഖബൂല ഫിൽ അർളി എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ നേരിൽ കാണുകയാണ്. ഈ മനുഷ്യ ഹൃദയങ്ങളിൽ, ഈ സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ബഹുമാനപ്പെട്ടവർ ശൈഖുനാ അബൂബക്കർ ഉസ്താദിനെ പറ്റിയുള്ള ആ ഒരു ഓർമ്മയും അവിടത്തെ ആണ്ടിൽ കൂടണമെന്നുള്ള വളരെ നിർബന്ധമായ ഒരു ബുദ്ധിയുമൊക്കെ ഉണ്ടായത് ആ മനുഷ്യന് അള്ളാഹുവിന്റെ അടുക്കലിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അള്ളാഹുവിന്റെ അടുക്കലിൽ ഉണ്ടായ ഒരു സ്വീകാര്യതയാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ഉസ്താദ് അവരുടെ ദറജകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഒരുപാട് ഉസ്താദുമാർ ഈ വേദിയിൽ പ്രസംഗിക്കാനുള്ളതുകൊണ്ട് ഇനിയും നീട്ടിയാൽ ഒരു അധിക പ്രസംഗമായി പോകുമെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയോടെ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അവസരം തന്നതിന് എല്ലാവിധ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.